ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ചില്ലി ബീഫാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് വരാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് വരാം. ബീഫ് ചില്ലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു 600 ഗ്രാം ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. വലിയ വലിയ പീസായിട്ടാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കിത് ആദ്യം ഇട്ട് പ്രഷർ കുക്കറിലിട്ട് അവിക്കണം. പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്കിത് അവിച്ച ശേഷം ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഇത് മുറിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ബീഫിൽ നമ്മൾ അവിക്കുമ്പോൾ ബീഫിൽ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇതിൽ നോക്കിനി അടുത്തത് കുറച്ച് മസാല ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു. കുറച്ച് കറിവേപ്പില ഇലയും കൂടെ നമ്മളിതിലേക്ക് ഇടയാണ്. നമുക്ക് എന്നിട്ട് പ്രഷർ കുക്കറിലിട്ട് നമുക്ക് അവിക്കാം. ഒരു 6 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് അവിക്കാം. ഇതിന് ശേഷം എടുത്ത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് പ്രഷർ കുക്കറിൽ കയറ്റുന്നത്. നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ വയ്ക്കാം. ഒരു 6 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് പ്രഷർ കുക്കറിലിട്ട് അവിക്കാം. അതിന് ശേഷം നമുക്ക് പുറത്തെടുത്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വയ്ക്കാം. നമ്മൾ ബീഫ് അവിച്ച ശേഷം നമ്മൾ പുറത്തെടുത്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇനി പുറത്തെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ ഈ അവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിയണം. നമ്മൾ ബീഫ് ചില്ലി എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസ് മതി. അപ്പോൾ നമുക്ക് ഇതിലിട്ട് ചെറിയ ചെറിയ പീസാക്കി നീളത്തിന് മുറിക്കണം. കണ്ട, ഇതേപോലെ നീളത്തിന് മുറിച്ച് വയ്ക്കണം. നമ്മൾ ഈ ബീഫ് മൊത്തം നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ഓരോ മസാലയൊക്കെ ചേർത്ത ശേഷം നമുക്കിത് പൊരിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ടു, വറുത്തരച്ച മുളക് 1 ടേബിൾ സ്പൂൺ ഇട്ടു, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ടു, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടു, സോയ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു, ആവശ്യത്തിന് കോൺഫ്ലോർ, ഉപ്പ് കുറച്ചേ ഇടുന്നുള്ളൂ. നേരത്തെ ഉപ്പ് കുറച്ച് കൂടുതലിട്ടതായിരുന്നു. അപ്പം ഉപ്പ് ഇപ്പോൾ കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് കുഴമ്പ് പരുവത്തിലാക്കണമായിട്ട്. വെള്ളം കൂടി പോരുത്. ഒരു കുഴമ്പ് പരുവത്തിൽ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യണം. മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് ബീഫ് പൊരിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം കുറച്ച് എണ്ണ കൂടുതൽ വേണം. ഓക്കെ, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ ശേഷം നമുക്ക് ബീഫ് ഇട്ട് പൊരിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ ബീഫിൻ്റെ പീസ് ഇതിലിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പരസ്പരം ഒട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഫ്രൈ ആകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഇത് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് മൊരിയുമ്പോഴത്തേക്കും നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് 2 പച്ചമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. 2 വറ്റൽമുളകും കൂടെ ഇട്ടു.
കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് വറവായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചില്ലി ബീഫിൻ്റെ മുകളിലിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാം ഇത് ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കണം. അപ്പം അടുത്തൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ, ബൈ ബൈ.